അത് പ്രശ്നമില്ല സംഭവിക്കുന്നു. അതായത് ഈ ബെൻഡ് ഇടാണ്ടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില ആൾ ഇത് ഇടൂല. അപ്പോൾ ഇടാണ്ടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കാക്കയില്ലേ, കാക്ക ഇവിടെ വന്നിരുന്നിട്ട് അത് വേസ്റ്റില്ലേ, എല്ല്, മീൻമുള്ള്, അങ്ങനെ പല വേസ്റ്റും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും. ഓക്കെ, കാക്കൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുവച്ചാൽ കുറേ ആകുമ്പോൾ ക്രമേണ ഉള്ളിനുള്ളിൽ അങ്ങ് വീണിട്ട് ഇതെന്താവും, സ്മെല്ലടിക്കാൻ തുടങ്ങും. അതാണ് മെയിൻ പ്രശ്നം. അത് ഇയാൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കാക്ക വേസ്റ്റോട് എടുത്ത് വീണിട്ട് സ്മെല്ലടിക്കും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അധികം ഇതേപോലെ ബെൻഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ബെൻഡ് പൈപ്പ് വാങ്ങിയിട്ട് ഇതിലിടുക. ഓക്കെ, അഥവാ ബെൻഡ് പൈപ്പ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഇതേപോലെ നെറ്റ് കട്ട് ചെയ്തിട്ട് കെട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ചില ടാങ്കിന് ഒരുപാട് ചെറിയ ചെറിയ പൈപ്പ് ഉണ്ടാവും. പക്ഷെ ഇതിന് ഒറ്റൊന്നേ ഉള്ളൂ, ഈ ഒരു പൈപ്പേ കാണുന്നില്ല. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലേക്കൂടി രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. ഇതിലേക്കൂടി രണ്ട് പ്രശ്നം വരുന്നുണ്ട്. ഈ ചെറിയ ചെറിയ പൈപ്പിലേക്കൂടി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊതുവെല്ലാം എന്താക്കും, ഉള്ളിലേക്ക് കയറും. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മുട്ടയിട്ടിട്ട് ടാങ്കിൽ മൊത്തം കൊതു മുട്ടയിട്ടിട്ട് മൊത്തം പുഴുക്കളായിട്ടും അങ്ങനെ മൊത്തം കച്ചറായി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിവിധി തന്നെയാണ് നമ്മൾ ഇതേപോലെ ചെറിയ നെറ്റ് കട്ട് ചെയ്തിട്ട് കയറ് കൊണ്ടോ റബ്ബർ കൊണ്ടോ എങ്ങനെ അയച്ചാൽ നമ്മൾ കെട്ടുക. ചില ടാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അവിടെ ഇവിടെയുള്ള ഒരുപാട് പൈപ്പ് ഉണ്ടാവും, ആ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ എത്ര പൈപ്പ് ഇതേപോലെ ഉണ്ടോ അതിനെല്ലാം നെറ്റ് കെട്ടി കൊടുക്കുക. വലുത് നിങ്ങൾ പരമാവധി ഇതേപോലെ ബെൻഡ് ഇടാൻ നോക്കുക. അഥവാ ബെൻഡ് ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ, നല്ല എന്താ പറയുക, കറക്റ്റായിട്ട് ഇങ്ങനെ ആ സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ നെറ്റ് കെട്ടി കൊടുക്കുക.